നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നേഹയുടെ അപ്രതീക്ഷിത വേർപാട് ആറാട്ടുപുഴയ്ക്കും മംഗലമെന്ന തീരഗ്രാമത്തിനും നൊമ്പരമായി. ബുധനാഴ്ച രാത്രി 11:30 വരെ കൂട്ടുകാരികളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന നേഹയെ പുലർച്ചെ 4:00-ഓടെയാണ് സ്കൂൾ ഹോസ്റ്റലിലെ ശൗചാലയ മുറിയുടെ ഇടനാഴിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. രക്ഷകർത്താക്കൾക്കോ അടുത്ത കൂട്ടുകാരികൾക്കോ മരണകാരണം കണ്ടെത്താനാകുന്നില്ല. മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് സ്കൂളിൽ നിന്ന് വിളിച്ചത്. ഷിജുവും അനിലയും ചെന്ന് കണ്ടത് മകളുടെ മൃതദേഹമായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:30-ഓടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. രമേശ് ചെന്നിത്തല MLA ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ വലിയ ജനാവലി അന്ത്യയാത്രയാകാൻ എത്തി. ആറാട്ടുപുഴ മംഗലം തൈവേലിക്കടുത്ത് ഷിജുവിന്റെയും അനിലയുടെയും മകളാണ് നേഹ. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. മികച്ച കായിക താരവും കലാമത്സരങ്ങളിലെ സാന്നിധ്യവുമായിരുന്ന 10ാം ക്ലാസ്സുകാരി നേഹയുടെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. എപ്പോഴും സന്തോഷവതിയായിരുന്ന നേഹയോട് സഹപാഠികൾക്കും അധ്യാപകർക്കും വലിയ കാര്യമായിരുന്നു. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടിക്ക് മിക്ക വിഷയങ്ങൾക്കും 75%-ലേറെ മാർക്ക് ലഭിച്ചിരുന്നു. കണക്കിൽ ഏറെ സമർത്ഥയായിരുന്നു. മറ്റു കുട്ടികൾ കണക്കിന്റെ സംശയങ്ങൾ തീർക്കാൻ നേഹയെയാണ് സമീപിച്ചിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മണിയോടെ എഴുന്നേൽക്കുന്ന നേഹയാണ് മറ്റു കുട്ടികളെയും വിളിച്ചുണർത്തിയിരുന്നത്. നേഹയുടെ മുറിയിൽ എഴുതി വെച്ചിരുന്ന കുറിപ്പിൽ 4 കൂട്ടുകാരികൾക്കുള്ള 4 വരി ഉപദേശം മാത്രമാണുള്ളത്. മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. സ്കൂളിലെ മികച്ച കായിക താരം കൂടിയായ നേഹ നവോദയയുടെ റീജിയണൽ കായികമേളയിലേക്കുള്ള സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മത്സരത്തിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു മരണം. ബുധനാഴ്ച വൈകിട്ട് 6:30 വരെ സ്കൂൾ മൈതാനത്ത് ബാസ്കറ്റ്ബോൾ പരിശീലിച്ചിരുന്ന നേഹ രാത്രി സ്കൂളിൽ നടന്ന നൃത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത സഹപാഠികൾക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സഹായങ്ങളുമായി സജീവമായിരുന്നു. തുടർന്ന് കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന നേഹയാണ് പിന്നീട് മരിച്ച നിലയിൽ കാണപ്പെട്ടത്.